Hi friends, Assalamu alaikum. Welcome to Tasli Kitchen. ഇന്ന് ഞാനൊരു വെജിറ്റേറിയൻ ഡിഷാണ് കൊണ്ടുവന്നത്. റെസ്റ്റോറന്റ് സ്റ്റൈലിൽ നമുക്കൊരു മട്ടർ പനീർ കറി. വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിന്റെ കൂടെയും നാനിന്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നെല്ലാം ഒന്ന് നോക്കാം. ഒരു ഓണിയൻ ചോപ്പ് ചെയ്തത്, ഒരു 3 ചില്ലി സ്ലൈസ് ചെയ്തത്, ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത്, ആവശ്യമുള്ള മല്ലിയില, ഒരു 2 ടൊമാറ്റോ നന്നായി മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കി എടുത്തതാണ്. കാഷ്നട്ടും ബദാമും കുതിർത്ത് വെച്ചതാണ്. അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇതിനടുത്ത് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പനീർ. ഒരു 150 ഗ്രാമാണ് ഞാൻ എടുത്തത്. പിന്നെ ഇതിനു വേണ്ട പൗഡർ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ ഒരൽപ്പം മഞ്ഞൾ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തിയാണ്. പിന്നെ അടുത്തതായി വേണ്ടത് ഗ്രീൻ പീസ് വേവിച്ചതാണ്. അടുത്തായി നമുക്കൊരു പാന് ചൂടാക്കാം. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ചെടുക്കാം. ഒരു 50 ഗ്രാം ബട്ടറും കൂടി ഇട്ട് ഒന്ന് ബട്ടർ മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാം. അതൊന്ന് സോട്ടായി കഴിഞ്ഞാൽ അതിലേക്ക് ചോപ്പ് ചെയ്ത ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം. ചില്ലിയും കൂടി ഇട്ട് ഒന്നെല്ലാം നന്നായി സോട്ട് ചെയ്തെടുക്കാം. നന്നായി ചെറിയ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെക്കാം. നമുക്കൊന്നുകൂടി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച ടൊമാറ്റോ പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൗഡറും മുളക് പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി സോട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. ഒരൽപ്പം മല്ലിയില ഇട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പനീറും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെക്കാം. നമ്മളെ പനീർ മസാല എല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്നട്ടും ബദാമും അരച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. തിള വന്നപാടെ നമുക്ക് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമുള്ള സോൾട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരൽപ്പം മല്ലിയില ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്.